കോൺട്രാക്ട് മാരേജ് ഭാഗം 81. അങ്ങനെ അങ്ങ് പോയാലോ? ഇങ്ങോട്ട് വന്നേ പെണ്ണെ. അവളെ പിടിച്ചു വലിച്ച് ബെഡിലേക്കിട്ടതും അവളൊരു പിടച്ചിലോടെ അവനെ തള്ളി മാറ്റാൻ നോക്കി. ശിവേട്ടാ വിട്ടേ, ഞാൻ ഇതൊക്കെയൊന്ന് മാറിയിട്ട് വരാം. അവൻ്റെ നോട്ടം സഹിക്കാൻ കഴിയാതെ അവൾ പറഞ്ഞെങ്കിലും അവനത് കേൾക്കാത്ത മട്ടിൽ അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന ചെറിയ മുടിയഴികളെ ഒതുക്കി വെക്കുവാണ്. ഇങ്ങനെ രണ്ട് സൈഡിലും കുറച്ച് മുടി കിടക്കുന്ന നിനക്ക് ചേരും, നല്ല ഭംഗിയുണ്ട് കാണാൻ. അവൻ പറഞ്ഞത് കേട്ട് അവളൊന്നും മിണ്ടിയില്ല. മോൻ്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തുദ്ദേശം ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. ഇനി അതെൻ്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കണോ? മോനൊന്ന് മാറിക്ക്. ഇത്രയും നേരം അവിടെ ഇരുന്നിട്ട് മടുത്തു. ഒന്ന് മേല് കഴുകി കുറച്ചു നേരം കിടക്കണം. പെട്ടെന്ന് അവളെ വിട്ട് അവൻ ബെഡിലേക്ക് മലർന്നു കിടന്നു. നിനക്കിഷ്ടമായോ വിഷ്ണുവിനെയും അവൻ്റെ അമ്മയെയും? ഒരു പക്ഷേ അങ്ങനെ ഒരു കുടുംബമായിരിക്കും നീ ആഗ്രഹിച്ചത് അല്ലേ? ഒരു നിമിഷം അവനെന്താ അങ്ങനെ പറഞ്ഞതെന്നുള്ള സംശയത്തിൽ അവൾ അവനെ നോക്കി. ശിവേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. ഇപ്പോഴല്ലേ ഇവിടെയുള്ളവരൊക്കെ നിന്നെ അംഗീകരിക്കാനും സ്നേഹിക്കാനുമൊക്കെ തുടങ്ങിയത്? നീ ഇവിടേക്ക് ആദ്യമായി എൻ്റെ കൂടെ വന്നപ്പോൾ നിനക്കിവിടുന്ന് കിട്ടിയ സ്വീകരണം എങ്ങനെയുള്ളതാണെന്ന് നീ ഓർക്കുന്നില്ലേ? എന്തൊക്കെ പറഞ്ഞാലും കാശിനും മറ്റു പലതിനും മുൻതൂക്കം കൊണ്ടായിരുന്നില്ലേ എൻ്റെ അച്ഛനും അമ്മയും നിന്നോട് പെരുമാറിയത്? അല്ലെങ്കിൽ മകൻ അവരുടെ ഇഷ്ടങ്ങൾക്കെതിരായി അവരുടെ കുടുംബത്തിന് യോജിക്കാത്ത ഒരു പെണ്ണിനെ കൊണ്ടുവന്നതിൻ്റെ ദേഷ്യമായിരുന്നില്ലേ നിന്നോട് അവർ കാണിച്ചത്? അവളൊന്ന് മൂളി. എന്തൊക്കെ പറഞ്ഞാലും നീ ആ സമയത്തെങ്കിലും കരുതി കാണില്ലേ ഇതുപോലെ ഒരു കുടുംബത്തിൽ നീ ജീവിക്കാൻ ഒട്ടും ആഗ്രഹിച്ച് കാണില്ലല്ലോ. അവളൊന്നും മിണ്ടിയില്ല. തൻ്റെ മറുപടി അവനെ നോവിക്കുമെന്നുള്ള പേടി അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ മൗനം പാലിച്ചു. എനിക്കറിയാം നീ പറഞ്ഞില്ലെങ്കിലും അതാണ് സത്യമെന്ന്. ഇന്ന് വിഷ്ണുവിൻ്റെ അമ്മ നിന്നോട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഒരു പക്ഷേ ഞാനും ആഗ്രഹിച്ചു പോയി. ഞാനും ഒരു പെണ്ണിനെ കൊണ്ടുവന്നപ്പോൾ ഇവിടെയുള്ളവരും ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നെങ്കിലെന്ന്. അവൻ്റെ അമ്മ ചിന്തിച്ചതുപോലെ അങ്ങനെയായിരുന്നിൽ എന്തൊക്കെയോ കാര്യങ്ങൾ. പെട്ടെന്ന് അവൻ പറഞ്ഞു തുടങ്ങിയതും അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു ഭദ്ര. രണ്ടാളുടെയും കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു. ഇപ്പോൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയൊരു കുടുംബം കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇതുപോലെ ഒരാൾക്ക് പകരം ഇനി ഒരാളെ എനിക്ക് കിട്ടുമോ? മിഴിച്ചിമ്മാതെ അവൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങും പോലെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞതും അവൻ്റെ നെഞ്ചൊന്ന് തുടിച്ചു. ശിവേട്ടനെ പോലെ ഒരാളെ എനിക്കിനി കിട്ടുമോ? ശിവേട്ടൻ പറഞ്ഞതുപോലെ വിഷ്ണുവേട്ടൻ്റെ കുടുംബം പോലെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും വലിപ്പച്ചെറുപ്പം നോക്കാതെ കൂടെ നിർത്താനും കഴിയുന്നൊരു കുടുംബത്തെയാണ് ഞാനും ആഗ്രഹിച്ചത്. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെയുള്ള ഒരുപാട് പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നതും അങ്ങനെ ഒരു കുടുംബമാണ്. അത് ഞാൻ വളർന്നു വന്ന സാഹചര്യവും എനിക്കെപ്പോഴും നല്ലത് അങ്ങനെ ഒരു കുടുംബമാണെന്നുള്ള തോന്നലുകൾ മനസ്സിൽ പണ്ടേ കിടന്നതുകൊണ്ടുമാണ്. അതൊക്കെ ശിവേട്ടനുമായി ജീവിച്ചു തുടങ്ങിയപ്പോൾ മാറി. അതിനേക്കാളുമൊക്കെ മൂല്യമുള്ള ഒന്നിനെ ദൈവം എനിക്ക് തന്നില്ലേ? കുറച്ച് വൈകിയാണെങ്കിലും ഇവിടുത്തെ അച്ഛനും അമ്മയ്ക്കും എന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലേ? അതോടെ അതുവരെയുള്ള എൻ്റെ ചിന്തകളൊക്കെ മാറി. ഇന്ന് അവിടെ വെച്ച് വിഷ്ണുവേട്ടൻ്റെ അമ്മ മരുമകളാകാൻ പോകുന്ന കുട്ടിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയി. അവരാഗ്രഹിക്കുന്നത് പോലെ ആ അമ്മയെയും മോനെയും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു പെണ്ണ് തന്നെ അവിടേക്ക് വരണമെന്ന്. അല്ലെങ്കിൽ ഇതുവരെയുള്ള അവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും ഈ ഒത്തൊരുമയുമൊക്കെ പോകില്ലേ? അതോർക്കുമ്പോൾ എനിക്ക് ചെറിയ പേടിയുണ്ട് ശിവേട്ട. ഇറങ്ങും മുന്നേ അമ്മ അവരുടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അവൻ അവസാനം പോയി പെണ്ണ് കണ്ട വീട്ടുകാരുടെ. ഞാനൊന്ന് തിരക്കട്ടെ എങ്ങനെയുണ്ടെന്നൊക്കെ അവരിത്രയും ദിവസമായി എന്താ മറുപടി പറയാത്തതെന്നൊക്കെ അറിയാമല്ലോ. അവനെ ഒഴിവാക്കാൻ മാത്രം കുറ്റങ്ങളൊന്നും അവൻ്റെ ഭാഗത്തില്ല. ചിലപ്പോൾ അമ്മ പറഞ്ഞതുപോലെ അവരുടെ ഈഗോ കൊണ്ടാകും. അവർ തീരെ പാവപ്പെട്ട വീട്ടുകാരല്ലേ. അവരെ വെച്ച് നോക്കുമ്പോൾ ഇവർ അത്യാവശ്യം ജീവിക്കാൻ വകയുള്ളവർ. അതിൻ്റെ ഒരു ഇത് കാണും. ഞാൻ എന്നാൽ പോയി കുളിച്ചിട്ട് വരാം. കുറച്ച് കഴിയട്ടെ പെണ്ണെ, നിനക്കെന്താ ഇത്ര ധൃതി? അവളെ ചുറ്റിപ്പിടിച്ച് ബെഡിലേക്കൊന്ന് വീടും അവൻ. ശിവൻ്റെ കൈകൾ സംസാരിക്കുന്നതിന് കൂടെ അവളെ സ്ഥാനം തെറ്റി തുടങ്ങിയിരുന്നു. ശിവേട്ട അടങ്ങിയിരുന്നേ. അവൻ മറുപടി പറയാതെ ഒരു കുസൃതി ചെടിയോടെ അവളെ നോക്കുന്നുണ്ട്. അവൻ്റെ വലത് കൈ അവളുടെ കവിളിൽ മെല്ലെ തഴുകിക്കൊണ്ട് അവളുടെ കഴുത്തിലേക്കായി അവൻ്റെ നോട്ടം. തൊട്ടടുത്ത നിമിഷം അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലേക്ക് അമർന്നു. ഭദ്ര ഒരു പിടച്ചിലോടെ അവനിലേക്ക് അമർന്നതും അവൾ അവനെ ചേർത്ത് പിടിച്ചു. കഴുത്തിലൂടെ ഒന്നാകെ അവൻ്റെ ചുണ്ടുകൾ പരതി നടന്നതും ഭദ്ര അവൻ്റെ ഷർട്ടിനടിയിലൂടെ പുറത്തേക്ക് കൈവച്ചു. അടക്കാൻ കഴിയാത്ത അവനോടുള്ള പ്രണയം അവനിലേക്ക് തന്നെ ചൊരിയാൻ അവളുടെ ഉള്ളം വെമ്പി. കുറച്ചുകൂടി ചേർത്ത് പിടിക്കുമെന്നെ അവളുടെ കാതിലായി മെല്ലെ പറഞ്ഞതും ഭദ്ര അവനെ ഇറുകിപ്പുണർന്നു. സ്നേഹം പങ്കുവയ്ക്കാൻ നിമിഷങ്ങൾ കടന്നു പോകവേ അവളെ ശിവൻ തൻ്റെ സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു. വീണ്ടും അവരൊക്കിടയിൽ ഒരു സംഗമം കൂടി നടന്നു കഴിഞ്ഞിരുന്നു. ഭദ്ര ഉണരുമ്പോൾ ശിവൻ അടുത്ത് കിടപ്പുണ്ട്. കണ്ണ് തുറന്നു തന്നെ
തന്നെ നോക്കി കിടക്കുവാണ്. ഉറങ്ങിയില്ലേ ശിവേട്ടൻ? കണ്ണുകൾ വിടർത്തി ചോദിക്കുന്നവളെ ഒരു നിമിഷം നോക്കിയിട്ട് അവൻ പതിയെ തല ചലിപ്പിച്ചു. അവനോട് ചേർന്നാണ് അവൾ കിടക്കുന്നത്. ഉറങ്ങിയപ്പോൾ കിടത്തതിനേക്കാൾ കുറച്ചുകൂടി അടുത്ത്. രാത്രി മാത്രമല്ല, പകലും ഓർമ്മിക്കാനുള്ളതായി അല്ലേ? പതിയെ അവൾക്കടുത്തേക്ക് മുഖമടുപ്പിച്ചു കൊണ്ടവൻ പറഞ്ഞതും ഭദ്രയുടെ ദേഹമൊന്ന് കുളിർന്നു. അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പുതപ്പ് വലിച്ച് തിരിഞ്ഞു കിടന്നതും ശിവൻ അവളുടെ അരയിലൂടെ കൈചുറ്റി തന്നിലേക്ക് അടുപ്പിച്ചു അവളെ. അവളുടെ കഴുത്തിന് പുറകിലായി അവൻ്റെ തല അമർത്തി വെച്ചു. എന്താ ഇത്? പറഞ്ഞപ്പോൾ നാണം വന്നോ എൻ്റെ പെണ്ണിന്? പറയാനാണേൽ ഒരുപാടുണ്ട്. വേണ്ട, ഞാൻ കുളിക്കട്ടെ, വിളക്ക് വെക്കാറായി. പെട്ടെന്ന് അവൻ്റെ കൈ അരയിൽ നിന്ന് എടുത്തു മാറ്റി എണീറ്റിരുന്നവൾ അഴിഞ്ഞു കിടക്കുന്ന മുടി വാരിക്കെട്ടി. നിൽക്ക്, പോകാതെ. അവളുടെ കയ്യിൽ പിടിക്കാൻ ചെന്നതും ഭദ്ര അവൻ്റെ അടുത്തു നിന്ന് മാറിക്കളഞ്ഞിരുന്നു. അടവൊക്കെ ഇനി പിന്നെ, തൽക്കാലം ഞാൻ പോട്ടെ. ഈ നേരത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നല്ലതല്ല. അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ട്. ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോൾ ഏട്ടനും വന്നേക്കണം താഴേക്ക് എനിക്കൊപ്പം. അച്ചമ്മ ഇന്നലെയൊക്കെ അമ്മയോട് പറയുന്നത് കേട്ടു. അച്ചമ്മയുടെ കുടുംബത്തിൽ ഇത്രയും ഈശ്വരവിശ്വാസമില്ലാത്തൊരാൾ ശിവേട്ടനാണെന്ന്. ഞാനോ? അവൻ അതിശയത്തോടെ ചോദിച്ചു. അതിന് ഞാൻ നിൻ്റെ കൂടെ അമ്പലത്തിൽ വരാറൊക്കെ ഉണ്ടല്ലോ. അലമാരിൽ നിന്ന് ഇട്ടുമാറാനുള്ള ഡ്രസ്സെടുത്ത് തിരിയുന്നവളെ നോക്കി ഒരു കൈ സൈഡിൽ കുത്തി തലയ്ക്ക് കീഴെ വെച്ച് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചതും ഭദ്ര അവനെ ഒന്ന് നോക്കി ചിരിച്ചു. അമ്പലത്തിൽ പോയാൽ ഈശ്വരവിശ്വാസമുണ്ടെന്ന് ആര് പറഞ്ഞു ശിവേട്ടനോട്? എനിക്ക് ഇത്രയും വിശ്വാസമേ ഉള്ളൂ, അവനൊരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു. അതൊന്നും പോരാ, ഞാൻ പോയി കുളിച്ചു വരുമ്പോഴേക്കും ശിവേട്ടൻ കയറിക്കോണം കുളിക്കാൻ. നമുക്കെന്നിട്ട് ഒരുമിച്ച് താഴേക്ക് പോകാൻ. അവൾ പറഞ്ഞിട്ട് ബാത്റൂമിലേക്ക് കയറി. ഇവളെന്നെ നന്നാക്കി ഒരു വഴിയാക്കും. അവൻ മനസ്സിൽ പറഞ്ഞിട്ട് ബെഡിൽ നിന്ന് എണീറ്റിറങ്ങി. അവൻ്റെ മുഖത്ത് അപ്പോഴും ഒരു ചിരിയുണ്ട്. അല്പം മടിയോടെയാണെങ്കിലും അവൾക്കൊപ്പം വിളക്ക് കത്തിക്കുന്നിടത്തേക്ക് അവൾ ചെയ്യുന്നത് ഓരോന്നും നോക്കി കണ്ടു നിൽക്കുന്നവനെ ചന്ദ്രിക കണ്ണുമിഴിച്ചു നോക്കി. ദേ നോക്കിക്കേ അമ്മേ, ഇത് അമ്മയുടെ കൊച്ചുമോൻ തന്നെയാണോ? ഒരുവിധം അറിവ് വെച്ച് കഴിഞ്ഞപ്പോൾ മുതൽ അവനെ ഇങ്ങോട്ട് കണ്ടിട്ടുണ്ടോ? അതും ഈ സമയത്ത്? ചന്ദ്രിക പറയുന്നത് കേട്ട് അച്ചമ്മ സന്തോഷത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി. അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന 5 തിരിയിട്ട വിളക്കാണ് ഭദ്ര. ഇതുവരെ അവനിൽ ഉണ്ടായിരുന്ന അവസാന ഇരുളിനെയും ഇല്ലാതാക്കി അവൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചം പകർന്നവൾ. ഇനിയും ഇതുപോലെ എന്തൊക്കെ കാണാൻ കിടക്കുന്നു ചന്ദ്രികയെ? നമ്മുടെ കണ്ണുപോലും തട്ടേണ്ട 2 പേർക്കും. എൻ്റെ മോളുടെ മകളായിരുന്നേ ഇങ്ങനെയൊരു മുഹൂർത്തം കാണാൻ കഴിയുമായിരുന്നു നമുക്ക്. കൂടുതൽ ഇരുട്ട് ആവുകയുണ്ടായിരുന്നുള്ളൂ അവൻ്റെ ജീവിതത്തിൽ. അവന് ഇഷ്ടവുമില്ലായിരുന്നു അവളെ വിവാഹം കഴിക്കാൻ. നീ കേട്ടിട്ടില്ലേ, ചേരേണ്ടത് മാത്രമേ ചേരൂ. ശിവനും ഭദ്രയും പോലെ. വാ, നമുക്ക് കൂടി ചെല്ലാം അവർക്കടുത്തേക്ക്. അച്ചമ്മ പറഞ്ഞതും അതുവരെ അവരെ നോക്കി നിന്ന് 2 പേരും കൂടി അവരുടെ അടുത്തേക്ക് ചെന്നു. അവരെ കണ്ടതും ശിവൻ്റെ മുഖത്തൊരു ചമ്മലുണ്ട്. നീ ചമ്മുവൊന്നും വേണ്ട, മര്യാദയ്ക്ക് നിന്ന് പ്രാർത്ഥിക്കാൻ നോക്ക്. എത്ര കാലം കൂടിയാ നിന്നെ ഈ സമയത്ത് ഇവിടെ ഞങ്ങളുടെ കൂടെ കാണുന്നതെന്ന് അറിയാമോ ശിവ നിനക്ക്? അവനൊന്നും മിണ്ടിയില്ല. വിളക്ക് വെച്ച് വന്ന ഭദ്ര അവരുടെ സംസാരം കേട്ട് അവരുടെ അടുത്തായി പുഞ്ചിരിയോടെ നിൽപ്പുണ്ട്. എൻ്റെ പൊന്നച്ചമ്മേ, ഇവളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊന്നും പറയല്ലേ. ഇപ്പോൾ തന്നെ പെണ്ണ് പറയുന്നുണ്ട് എനിക്ക് ഈശ്വരവിശ്വാസം തീരെയില്ലെന്ന്. ഞാൻ അമ്പലത്തിൽ പോകുന്നത് വെറുതെയാണെന്നൊക്കെ. ശിവൻ പറഞ്ഞതും ഭദ്ര അവനെ നോക്കി കണ്ണുരുട്ടി. അത് മോള് പറഞ്ഞത് നേരല്ലേ. നീ അമ്പലത്തിൽ പോകുന്നത് തന്നെ കുറവല്ലേ, പ്രാർത്ഥിക്കുന്നതോ അതിനേക്കാൾ കുറവ്. കുടുംബത്തിൽ എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ പോലും നിൽക്കാത്തവനാണ്. അച്ചമ്മ കൂടി ഭദ്ര പറഞ്ഞതിന് സപ്പോർട്ട് ചെയ്യും പോലെ പറഞ്ഞതും ശിവന് മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന്. അതെ, എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാൻ പോകുക. നിങ്ങളിവിടെ നിന്ന് സംസാരിക്കുക. അവരെന്തെങ്കിലും പറയും മുന്നേ ശിവൻ മുകളിലേക്ക് ഓടിപ്പോയിരുന്നു. അവന് നമ്മുടെ മുന്നിൽ നിൽക്കാനുള്ള മടി കൊണ്ട് ഓടിയതാ. എൻ്റെ കൊച്ചേ, ഇവനെ ഇങ്ങനെ വാല് മുറിഞ്ഞതുപോലെ കാണാൻ പറ്റുമെന്ന് അച്ചമ്മ സ്വപ്നത്തിൽ പോലും കരുതിയില്ല മോളെ. അതെ മോളെ, അമ്മ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ചന്ദ്രിക അത് കേട്ട് പറഞ്ഞു. ഇപ്പം പോയ എൻ്റെ മോനില്ലേ, അവൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും മാറ്റിയെടുക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ മോൾക്ക് മാറ്റിയെടുക്കാൻ പറ്റി. ഞങ്ങൾക്കതിൽ എന്ത് സന്തോഷമുണ്ടെന്നോ എങ്ങനെയാണ് അത് മോളോട് പറയേണ്ടതെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ചന്ദ്രിക പറഞ്ഞതും ഭദ്രമെല്ലെ ശബ്ദമില്ലാതെ ചിരിച്ചു. അവളുടെ മനസ്സ് നിറഞ്ഞിരുന്നു അവർ പറയുന്നത് കേട്ടിട്ട്. എൻ്റെ കുട്ടിയെ അറിഞ്ഞോ അറിയാതെയോ ഇവിടെയുള്ളവരെ ഒരുപാട് വേദനിപ്പിച്ചു. ക്ഷമ ചോദിക്കാനേ ഞങ്ങൾക്ക് കഴിയൂ. ചിലതൊക്കെ മനസ്സിലാക്കി വരാൻ ഒരുപാട് സമയമെടുത്തു. പ്രായമായവരല്ലേ. അവളുടെ നെറുകയിൽ മെല്ലെ തലോടിക്കൊണ്ട് അച്ചമ്മ പറഞ്ഞതും ചന്ദ്രികയുടെ തല താഴ്ന്നു പോയി. അവരുടെ മനസ്സിൽ ഇപ്പോഴും നല്ല കുറ്റബോധമുണ്ട്. ആദ്യമായി അവൾ ഇവിടേക്ക് വന്നു കയറിയപ്പോൾ താൻ അവളോട് പെരുമാറിയത് അവരുടെ മനസ്സിലേക്ക് ഇടയ്ക്ക് വരും. അതോർക്കുമ്പോൾ ആകെ ഒരു വല്ലായ്മയാണ് ഇപ്പോഴും. എത്രയൊക്കെ മാറിയെന്ന് പറഞ്ഞാലും
പറഞ്ഞു പോയത് അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നല്ലോ. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണെങ്കിലും വാവിട്ട് പറഞ്ഞു പോയത് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ. അച്ചമ്മ പറയുന്നത് കേട്ട് ഭദ്ര ആദ്യം നോക്കിയത് ചന്ദ്രികയാണ്. ഇപ്പോൾ അവരുമായി അവൾ നല്ല അടുപ്പമായ, അവളുമായി മാത്രമല്ല ആ വീട്ടിലുള്ള എല്ലാവരുമായി. തൻ്റെ അമ്മയുടെ അത്രയും ഇല്ലെങ്കിലും അമ്മ തന്നെയാണ് ചന്ദ്രിക തനിക്ക്. ഒരമ്മ മകൾ സ്നേഹം തന്നെയാണ് പരസ്പരമുള്ളത്. ഞാൻ അതൊക്കെ മറന്നച്ചമ്മേ. നമ്മൾ രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. പെട്ടെന്നൊരു ദിവസം എന്നെപ്പോലെ ഒരു പെണ്ണ് കയറി വന്നിട്ട് ഇവിടുത്തെ മകൻ്റെ പെണ്ണാണ് എന്നൊക്കെ പറഞ്ഞാൽ ആരാണെങ്കിലും കൈനീട്ടി സ്വീകരിച്ച് അകത്തേക്ക് ഇരുത്തുമോ? ഇല്ല, ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതും ഇവിടുത്തെ അച്ഛൻ്റെ ഒരേ ഒരു സഹോദരിയുടെ മകളുമായി കല്യാണം ഉറപ്പിച്ചു വച്ചിരിക്കുന്ന ആളും കൂടിയാകുമ്പോൾ ആർക്കും ഒന്നും അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയില്ല. അങ്ങനെയുള്ളപ്പോൾ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തേലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതും പ്രവർത്തിച്ചതുമൊക്കെ ഇനിയും ഞാൻ മനസ്സിൽ വെച്ച് നടക്കണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് കാണിക്കുന്ന സ്നേഹം സത്യമല്ലാതാവില്ലേ? അങ്ങനെ ഒരാളല്ല ഭദ്ര ഞാൻ. എനിക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് മറ്റുള്ളവർ എന്നോട് അങ്ങനെ പെരുമാറിയതെന്ന്. ചിന്തിക്കാനുള്ള ബോധവും വിവരവും എനിക്കിപ്പോൾ ഉണ്ട്. അവളുടെ പക്വതയോടെയുള്ള സംസാരം കേട്ട് ഒരു നിമിഷം ചന്ദ്രികയും അച്ചമ്മയും അവളെ തന്നെ നോക്കി. ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്നോ എനിക്ക് നഷ്ടമായ അച്ഛനെയും എന്നെ വളർത്തി വലുതാക്കി എന്നെ നഷ്ടപ്പെട്ടു പോയ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ഒരുപോലെ എനിക്ക് തന്ന അമ്മയ്ക്കും പകരമായി ഒരമ്മയെയും എനിക്കിവിടെ കിട്ടി. പോരാത്തതിന് സ്നേഹമുള്ള ഒരച്ചമ്മയും. അച്ചമ്മയുടെ കവിളിൽ പിടിച്ചു വലിച്ചു. സ്നേഹത്തോടെ അവൾ പറഞ്ഞതും അവരുടെ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു. അവളെ കുറച്ചുകൂടി മുന്നേ മനസ്സിലാക്കി കൂടെ നിർത്തേണ്ടതായിരുന്നെന്ന് അവർക്കിരുവർക്കും തോന്നി. എനിക്കിത് മതി, ഇതിനേക്കാൾ വലുതൊന്നും ഭദ്ര ആഗ്രഹിച്ചിട്ടുമില്ല, ഇനി കിട്ടാനും പോകുന്നില്ല. മതി മോളെ, അച്ചമ്മയ്ക്ക് ഇത്രയും കേട്ടാൽ മതി അല്ലേ ചന്ദ്രികയെ? അവരുടെ ചോദ്യത്തിന് ചന്ദ്രിക മനസ്സ് നിറഞ്ഞ് പുഞ്ചിരിയോടെ തലയാട്ടി. ഞങ്ങൾക്ക് ഇത്രയും കേട്ടാൽ മതി. ഇനി ഒരിക്കലും ആരും മോളെ വേദനിപ്പിക്കില്ല. എന്നും അച്ഛനായും അമ്മയായും അച്ചമ്മയായും മോൾക്ക് ഇവിടെയുള്ളവരുണ്ടാവും. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞതും ഭദ്ര നിറഞ്ഞ മനസ്സോടെ അവരുടെ നെഞ്ചിലേക്ക് അമർന്നു. ആ വൃദ്ധയുടെ ചുളിവ് വീണ കൈകൾ കൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചതും ആ സ്നേഹച്ചൂടിൽ എല്ലാം മറന്ന് നിന്നവൾ. ഇങ്ങനെയൊരനുഭവം അവൾക്ക് ആദ്യമായിരുന്നു. പാവം കുട്ടി. ശിവൻ്റെ ജീവിതത്തിലേക്ക് ഇവളേക്കാൾ മികച്ചതായി ആരുണ്ട്? അവൻ്റെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യവുമായി കടന്നു വന്നവൾ. തനിക്ക് പിറക്കാതെ പോയ തൻ്റെ മകളും മരുമകളും എല്ലാം ഇവൾ തന്നെയാണ്. ചന്ദ്രിക മനസ്സിൽ പറഞ്ഞതും അവരുടെ ഇടയിലെ സംസാരമെല്ലാം കേട്ട് മുകളിൽ നിൽക്കുന്ന ആളെ അവരാരും കണ്ടില്ല. വെറുതെ ഒരു കൗതുകത്തിന് നിന്നവന് ഇത്രയും നല്ലൊരു കാഴ്ച കാണാൻ കഴിയുമെന്ന് അവനും കരുതി കാണില്ല. ഭദ്രയെ അംഗീകരിക്കാനും അവളെ പൂർണ്ണ മനസ്സോടെ ചേർത്ത് നിർത്താനും അവർക്കെല്ലാം കഴിഞ്ഞെങ്കിലും ഇങ്ങനെയൊരു തുറന്നു പറച്ചിൽ അതൊരു ആവശ്യം തന്നെയായിരുന്നു. മുന്നോട്ടുള്ള യാത്രയിൽ ആരുടെയും മനസ്സിൽ ഒരു കരട് പോലും ഉണ്ടാവാൻ പാടില്ല പരസ്പരം. ഇന്ന് വിളക്ക് കത്തിച്ച് നിന്നപ്പോൾ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്തകളിൽ ഒന്ന് ഇതുമായിരുന്നു. ഇത്ര വേഗം അത് നടന്നു കണ്ടിരിക്കുന്നു. ശിവൻ മനസ്സ് നിറഞ്ഞ് എല്ലാവരെയും മാറി മാറി നോക്കി. ഒടുവിൽ അവൻ്റെ കണ്ണുകൾ ഭദ്രയിലേക്ക് നീണ്ടു. വെറുമൊരു ജീവിതം മാത്രമല്ല താൻ അവൾക്ക് കൊടുത്തത്. എന്നോ നഷ്ടമായ അവളുടെ അച്ഛനെയും അമ്മയെയും മൊത്തം കുടുംബത്തെയുമാണ്. കുറച്ച് വേദനിച്ചെങ്കിലും അവസാനം കുറേ പരീക്ഷണങ്ങൾക്കൊടുവിൽ എല്ലാം കലങ്ങി തെളിഞ്ഞിരിക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കണമെന്നില്ല, നേരെ തിരിച്ചുമാകാം. അവൻ സന്തോഷത്തോടെ തൻ്റെ റൂമിലേക്ക് കയറിപ്പോയി. അവൻ്റെയും മനസ്സ് നിറഞ്ഞിരുന്നു. വായിക്കുന്നവർ കമൻറ്റ് ചെയ്യണം. എല്ലാ പാർട്ടിനേക്കാളും ഏറ്റവും ലെങ്ത് കൂട്ടിയ പാർട്ടാണ് ഇന്ന് ഇട്ടേക്കുന്നത്. ഇന്നലെ കൂടി പോസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. വായിക്കുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹം. കഥ അധികമില്ല, വലിച്ചു നീട്ടുന്നതല്ല, പറഞ്ഞു പോകുമ്പോൾ അങ്ങനെ ആയി പോകുന്നതാണ്. ഇനിയൊരു 5ഓ 8ഓ പാർട്ട് കൂടി കാണും. അതുവരെ എല്ലാവരും ക്ഷമിക്കണം. അത് കഴിയുമ്പോൾ പുതിയ കഥയുമായി വരുന്നതാണ്. സ്നേഹത്തോടെ നിങ്ങളുടെ മാത്രം പ്രിയ എഴുത്തുകാരി.